എല്ലാ മാന്യപ്രേക്ഷകർക്കും എനിക്കുമുണ്ട് ഓണത്തിലേക്ക് സ്വാഗതം. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്തും. ഓണപ്പൂക്കളം, ഓണസദ്യ, അതുപോലെ തന്നെ മാവേലി, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ നമ്മളൊക്കെ തകർത്ത് ഓണം ആഘോഷിക്കുമ്പോഴും ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരു പിടി ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതും നമ്മൾക്ക് വേണ്ടിയാണ് അവർ ഈ ആഘോഷങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത്. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എനിക്കുമുണ്ട് ഓണത്തിലേക്ക് സ്വാഗതം. ഓണം ആഘോഷിക്കാനാവാത്തവരുടെ ഓണവിശേഷങ്ങളും ഓണ ഓർമ്മകളും പങ്കുവയ്ക്കുന്ന എനിക്കുമുണ്ട് ഓണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എത്തിയിരിക്കുന്നത് കാലിക്കറ്റുള്ള മിംസ് ഹോസ്പിറ്റലിലാണ്. സോ ഡോക്ടേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എമർജൻസി കോളിലാണ്. അവർക്കൊരു കോൾ മതി അവരുടെ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെക്കാൻ. സോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഇവിടെയുള്ള ഈ ഡോക്ടർമാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം, ഓണ ഓർമ്മകളും പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറും ഒപ്പം സിഇഒയും കൂടെ ആയ ഡോക്ടർ രാഹുലിന് മുമ്പിലാണ്. സോ ഡോക്ടറിൻ്റെ ഓണവിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം സർ. സോ സർ സർവീസ് ഫീൽഡിലാണ്, ഒപ്പം ഈ മിംസ് ഹോസ്പിറ്റലിൻ്റെ ഫങ്ഷണൽ ഏരിയയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ്. സോ എങ്ങനെയാണ് സാറിന് ഓണം സെലിബ്രേഷൻസൊക്കെ കൊണ്ടുപോകാൻ പറ്റാറുണ്ടോ? അതായത് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഹൗ ഡു യു സെലിബ്രേറ്റ് യുവർ ഓണം ആക്ച്വലി we all want to celebrate Onam, but our schedule is quite busy. So many times namakadu pettarilla. Like the last time I celebrated Onam was in probably 1989, or 1990. 1991 around that time ആണ് ഞാൻ MBBS ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണം സെലിബ്രേഷൻ പറ്റിയിട്ടില്ല. It has not been possible. Now and then after 1990, the last Onam that I celebrated was probably I can count. One is 2005. The second one is in 2012. You remember all the years, right? Yes, because I have celebrated that many less times. Okay. So I think what I remember of Onam, I mean childhood memories. I am not from James Valandakke Bombay line. So childhood memories of Onam is that family members avrellarum veetti vararundu. We have an Onam sadhya. And our samathu there's a little bit family interactions. That was my childhood memories. But now, yes, it is very difficult because our professional responsibilities are there, and it is difficult to get innathe kalathe everybody has got different responsibilities. Nammal mathralla, so many other family members are also busy. അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കിട്ടാൻ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. സോ യു മിസ് യുവർ ഓണം സെലിബ്രേഷൻസ്? ഡെഫിനറ്റ്ലി ഐ മിസ് ഓണം സെലിബ്രേഷൻസ്. സോ ഈ സർവീസ് ഫീൽഡിലായതുകൊണ്ട് തന്നെ അധികം ലീവ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓരോ സെലിബ്രേഷൻസ് വരുമ്പോൾ പലതും മിസ് ചെയ്യും, ഏതൊരു സർവീസ് ഫീൽഡിലുള്ള ഒരാളും. സോ ഹൗ ഡു യു എൻജോയ് യുവർ ഫെസ്റ്റിവൽസ്? എങ്ങനെയാണ് റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടോ ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതോ ഓർ സർവീസിൽ ഹാപ്പിയാണോ, എങ്ങനെയാണ്? Definitely we are happy with our service. നമ്മൾ ഈ ഇൻഡസ്ട്രി ഓർ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത് തന്നെ ബിക്കോസ് വി വോണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ. നൗ യെസ്, കുറച്ച് റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് അത്ര ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ആ ടൈം കിട്ടുന്നില്ല. ഡെഫിനറ്റ്ലി അതൊരു ചെറിയ ഇറ്റ്സ് എ വെരി സ്മോൾ റിഗ്രറ്റ്. ഹൗ അബൌട്ട് എങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഫാമിലി പേഴ്സണൽ വല്ല ഫങ്ഷൻസും മിസ് ചെയ്യേണ്ട എല്ലാം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ വർക്കിൻ്റെ പേരിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിഷമം? That happens എപ്പോഴും നടക്കാറുണ്ട്. So that happens all the time. But yes, so important things definitely we make time. Okay, we make time. But yes, it happens. മിസ് ചെയ്യാറുണ്ടത്. ഓക്കെ സാർ, ഇത്രയും ഓണത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഫാമിലിയെ കുറിച്ചൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ സാറിനും സാറിൻ്റെ ഫാമിലിക്കും ഹോൾ കൗമുദി ടിവിയുടെ വകയും ഒപ്പം എല്ലാ പ്രേക്ഷകരുടെയും വക ഒരു ഹാപ്പി ഓണം വിഷസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഓൾ യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഹാപ്പി മൊമെൻറ്റ്സ് എവറിത്തിങ്. താങ്ക് യു സോ മച്ച് സാർ. സോ മിംസ് ഹോസ്പിറ്റലിലെ കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ ഓണവിശേഷങ്ങളാണ് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം എനിക്കും ഉണ്ട് ഓണം എന്ന ഈ പരിപാടിയിലൂടെ.
എനിക്കുമുണ്ട് ഓണത്തിൽ ഡോക്ടേഴ്സിനെ എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്ത് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഇന്ന് ഡോക്ടർ ബിജയരാജ് സാറുണ്ട്. സാറിൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ് സാർ, വെൽക്കം. സാർ എത്ര വർഷമായി ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ? 7-8 വർഷമായി കാണും. അപ്പോൾ സാധാരണ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഓണക്കാലമൊക്കെ ആയിരിക്കുകയാണ്, മെയിനായിട്ട് സാറിന് ഡോക്ടറിൻ്റെ വീട്ടിലെ ഓണം സെലിബ്രേഷൻ എങ്ങനെയാണ്, പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ എങ്ങനെയാണ് സാറിൻ്റെ ഓണം? ഞാൻ എൻ്റെ വീട്ടിൽ ഓണം കണ്ടിട്ട് ഏകദേശം 4-5 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ അതായത് ബോംബെയിലാണോ അതോ തൃശ്ശൂരാണോ? 2 സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. അതെ, കാരണം ഞാൻ 2007 മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ സ്റ്റുഡൻറ്റ് ലൈഫിലത്തെ പ്രഷേഴ്സ് കാരണം അല്ലെങ്കിൽ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ഡോക്ടേഴ്സിനും ഒരുമിച്ച് ലീവ് എടുക്കാൻ കഴിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർ എല്ലാ സമയത്തും ഇവിടെ വേണം, കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് അല്ലെങ്കിൽ ഡിസ്റ്റർബായി പോകും. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് പല റെസ്പോൺസിബിലിറ്റീസും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വേറെയാണ്. പക്ഷെ എന്തായാലും ഓൾ സഡൻ ഡൺ ലീവ് കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ബോംബെയിലൊക്കെ എങ്ങനെയാണ് കുട്ടിക്കാലമായിരുന്നപ്പോൾ? നല്ല സെലിബ്രേഷൻസ് ആയിരുന്നു. കാരണം അവിടെ ആകുമ്പോൾ ഈ അസോസിയേഷൻസ് ഉണ്ട്, അത് അവരായിട്ട് ഓണം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ പൊതുവേ എല്ലാ ഡോക്ടേഴ്സിനും ഇത് തന്നെയാണോ അവസ്ഥ? ഇങ്ങനെ സെലിബ്രേഷൻസ് വന്നാലും അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് വന്നാലും ഫാമിലി പേഴ്സണൽ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാലും ഇതുപോലെയാണോ എല്ലാവർക്കും അവരുടെ ലൈഫ്? ഏകദേശം 70-80% ഡോക്ടേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ തന്നെയായിരിക്കും. ഓരോ ഫെസ്റ്റിവൽസോ പേഴ്സണൽ ഒക്കേഷൻസോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ട് സമയം കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും മോശം ശരിക്കും എമർജൻസി ഫീൽഡിലുള്ള ഡോക്ടേഴ്സാണ്. നമ്മുടെ എമർജൻസി മെഡിസിൻ്റെ ഡോക്ടേഴ്സിനൊക്കെ ഏത് സമയത്ത് എമർജൻസി വരാം. എമർജൻസീസിന് ഓണം, വിഷും, റംസാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണെങ്കിൽ വെൽ സ്റ്റാഫ്ഡും ആയിരിക്കണം. അപ്പോൾ ഡോക്ടേഴ്സിന് ലീവ് എടുത്ത് പോയി കഴിഞ്ഞാൽ രോഗികൾ കാര്യമായിട്ട് ബുദ്ധിമുട്ടും. എപ്പോഴെങ്കിലും ഇങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോയി ഇരുന്നിട്ട് കോൾ വന്ന് തിരിച്ചു വരേണ്ട അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലാണ്? അങ്ങനെ കോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കോൾ വരേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല, കാരണം ആ സമയത്ത് ഞങ്ങൾ ഇവിടെ തന്നെ ഡ്യൂട്ടിയിൽ കാണും. അങ്ങനെ പക്ഷേ പല ഡോക്ടേഴ്സിനാണ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എമർജൻസി ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് ലൈക്ക് സർജൻസ്, അല്ലെങ്കിൽ പിന്നെ ഓർത്തോപെഡിക് ഡോക്ടേഴ്സ്, എമർജൻസി ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ വാസ്കുലർ സർജൻസ്. അപ്പോൾ അങ്ങനത്തെ ഡോക്ടേഴ്സിന് പലപ്പോഴും അവർ ഓണത്തിൻ്റെ അല്ലെങ്കിൽ വിഷുവിൻ്റെ അന്ന് അല്ലെങ്കിൽ റംസാൻ്റെ അന്ന് ഓഫാണെങ്കിൽ പോലും വീട്ടിലിരിക്കുകയാണെങ്കിലും എമർജൻസി കോൾ വന്നിട്ട് പലപ്പോഴും നമ്മൾ വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും എപ്പോഴും ഒരു ചാൻസ് ഉണ്ട് കോൾ വരാനും, നമുക്ക് എന്താ പറയുക, ദ കോൾ ഓഫ് ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത് ഡോക്ടർ ബിജയരാജ് സാറാണ്. സാറിൻ്റെ ഓണവിശേഷങ്ങൾ നമ്മൾ കേട്ടു. എല്ലാ ഡോക്ടേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് സാർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇതുപോലെ മറ്റ് പല ഡോക്ടേഴ്സും അവരുടെ പ്രൊഫഷന് വേണ്ടി ഫെസ്റ്റിവൽസൊക്കെ ത്യാഗം ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്യുന്ന പല ഡോക്ടേഴ്സും ഇവിടെയുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അവരോട് ചോദിച്ചറിയാം. എനിക്കുമുണ്ട് ഓണത്തിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മിംസ് ഹോസ്പിറ്റലിലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ അജിതയുടെ അടുത്താണ്. സോ ലേഡീസിനാണ് പൊതുവെ ഒരുപാട് ഓണത്തിന് പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരുന്നത്. ഡോക്ടറിൻ്റെ ഓണവിശേഷങ്ങളും ഓണ ഓർമ്മകളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം മാം. സോ മാമിൻ്റെ ലൈഫിലെ ഓർമ്മകൾ, ഓണത്തിൻ്റെ പഴയ ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയണം. സോ എന്താണ് മാമിൻ്റെ ലൈഫിലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഓണവിശേഷം? ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടിക്കാലമാണ് ഓർമ്മ വരിക. കുട്ടിക്കാലത്ത് ഓണം ആഘോഷിച്ചതൊക്കെ ചെറുതാകുമ്പം പൂ പറിക്കൽ, ഇപ്പോഴത്തെ മാതിരി പൂ വാങ്ങലല്ല. അത് ശരിക്കും ആ സമയത്തൊക്കെ ഞങ്ങൾ മിക്കവാറും എക്സാം സമയത്തായിരിക്കും ഈ അത്തം തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം അമ്മയാണ് പൂവിടുക പൂത്തറയിൽ. പിന്നെ വെക്കേഷൻ ആവാൻ കാത്തു നിൽക്കും ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ വേണ്ടി. അപ്പം ചെറുതാകുമ്പോൾ ഈ പൂക്കൊട്ട വരയ്ക്കുന്നുണ്ടായിരുന്നു അന്ന്. ഈ പൂക്കൊട്ടയൊക്കെ കഴുത്തിൽ തൂക്കി പൂ പറിക്കാൻ പോകുന്നതൊക്കെ വളരെ നൊസ്റ്റാൾജിക് മെമ്മറീസാണ് അതെപ്പോഴും ഓണം വരുമ്പോൾ. ഇപ്പോൾ അതുപോലെ തന്നെ പണ്ട് ആഘോഷിച്ചിരുന്ന അതേപോലെ ഇപ്പോൾ ആഘോഷിക്കാൻ പറ്റാറുണ്ട്. ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഡോക്ടർ എന്ന ഈ പ്രൊഫഷനിലേക്ക് വന്ന ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഡോക്ടറിൻ്റെ ഓണ ആഘോഷത്തിലൊക്കെ വന്നത്?
ഈ പ്രൊഫഷനിൽ വന്നതിന് ശേഷം ശരിക്കും നമുക്ക് വെക്കേഷനിൽ ആണ് മിക്കവാറും ഞാനൊരു ലാപ്രോസ്കോപ്പിക് സർജനാണ്. അപ്പോൾ വെക്കേഷനിലാണ് എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരിക. എല്ലാവരും ബന്ധുക്കളും വീട്ടുകാരും മക്കളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് സർജറി ചെയ്യണം. അപ്പോൾ മിക്കവാറും എനിക്ക് ആകെ ഒരു ഒറ്റ ദിവസം ഞാൻ ലീവ് എടുക്കുള്ളൂ ഓണത്തിന്. അപ്പോൾ ആ ദിവസം മാത്രമേ എൻ്റെ വീട്ടിൽ ഓണാഘോഷമുള്ളൂ. ശരിക്കും അന്നൊരു പൂക്കളിടും, പിന്നെ സദ്യ ഒരുക്കും. ചിലപ്പം പറ്റിയിട്ടില്ലെങ്കിൽ പറ്റാത്ത സന്ദർഭങ്ങളിൽ ചിലപ്പോൾ സദ്യ വാങ്ങി ഓർഡർ ചെയ്തിട്ട് വരുത്തിയ സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ ഓൾവേസ് പ്രിഫർ ടു മേക്ക് സംതിങ്. എന്തെങ്കിലും എനിക്ക് തന്നെ ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ സർവീസ് ഫീൽഡിലായതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ഒരുപാട് ഇങ്ങനെ വീട്ടിലെ ഫങ്ഷൻസ് ആയാലും അതുപോലെ തന്നെ ഇതുപോലെ ഓണം അല്ലെങ്കിൽ മറ്റുള്ള ഫെസ്റ്റിവൽസ് ആയാലും മിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ, ചിലപ്പോൾ എമർജൻസീസ് കാരണം മിസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മിസ് ചെയ്യാറുണ്ടോ? ചിലപ്പോൾ എമർജൻസീസ് വന്നാൽ നമുക്ക് ഒരു നിവൃത്തിയില്ല, വി ഹാവ് ടു അറ്റൻഡ് ടു ദാറ്റ് ഫസ്റ്റ് ഡ്യൂട്ടി ഫസ്റ്റ്. പക്ഷേ പലപ്പോഴും നമുക്കിപ്പം ഇലക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്ത കേസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും വേറെ വിധത്തിൽ മേക്കപ്പ് ചെയ്യും എങ്ങനെയെങ്കിലും. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്ര ലേറ്റ് ആയാലും ഒന്ന് പോയി മുഖം കാണിക്കുമോ, അതിലൊരു സന്തോഷമാണ് എല്ലാവരും കാണുന്നതും പങ്കുചേരുന്നതൊക്കെ. എന്തായാലും ഈ സർവീസസിൻ്റെയൊക്കെ ഇടയിലും ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി കൗമുദിയുടെ വകയും അതുപോലെ തന്നെ ഡോക്ടർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ഹാപ്പി ഓണം. താങ്ക് യു. എനിക്കുമുണ്ട് ഓണത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് കോഴിക്കോട് നോർത്ത് സോൺ ADGP എൻ ശങ്കർ റെഡ്ഡി IPS ആണ്. സാറിൻ്റെ ഓണവിശേഷങ്ങളും അതുപോലെ തന്നെ പോലീസുകാരുടെ ഓണത്തെ പറ്റിയും സാർ നമ്മളോടിപ്പോൾ സംസാരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വെൽക്കം സാർ. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പോലീസുകാരെന്ന് പറഞ്ഞാൽ എപ്പോഴും സർവീസ് ആയതുകൊണ്ട് എപ്പോഴും ബിസി ആയിരിക്കണം, എപ്പോഴും അലേർട്ടായിരിക്കണം. സോ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലായാലും എല്ലാ പോലീസുകാരും എങ്ങനെയാണ് ഓണം ആഘോഷിക്കാൻ സമയം കണ്ടെത്തുന്നത്? ദിവസങ്ങളിൽ ഓണം ആഘോഷിക്കാൻ പോലീസുകാർക്ക് സമയം കിട്ടത്തില്ല. ഓണത്തിന് മുൻപ് ആയിട്ട് ഓണം നമ്മൾ ആഘോഷിക്കാറ്. കാരണം ആ ഓണ നാളുകളിൽ തിരക്ക് കൂടുതലുണ്ടാവാറുണ്ട്. പിന്നെ അവധി ദിവസങ്ങളായതുകൊണ്ട് പല കുടുംബങ്ങൾ യാത്ര പോകാറുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്കുണ്ടാവാറുണ്ട്, മാർക്കറ്റ് പ്ലേസസിൽ തിരക്കുണ്ടാവാറുണ്ട്, സിനിമ ഹാൾസിൽ, എല്ലാ അമ്പലങ്ങളിൽ, എല്ലാ സ്ഥലത്തും പോലീസിൻ്റെ ബീച്ചുകളിലെയും പ്രധാനപ്പെട്ട എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഭയങ്കര തിരക്കാണ്. കൂടാതെ ഗവൺമെൻറ്റും ഓണം വാരാഘോഷം എന്ന് പറഞ്ഞിട്ട് പല പരിപാടികളിൽ പല സ്ഥലത്ത് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ബന്ദോബസ്ത് കൊടുക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ്. നാട്ടുകാർ ഓണം ശരിക്കും ആഘോഷിക്കണമെങ്കിൽ പോലീസുകാർ ഓണം മറന്ന് അവരുടെ കുടുംബാംഗങ്ങളിൽ വിട്ട് നാട്ടിലെ രാത്രി പോലും ജോലി ചെയ്താലേ മറ്റുള്ള നാട്ടുകാർക്ക് സ്വസ്ഥമായിട്ട് ഓണം ആഘോഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നാട്ടുകാർ അത് പോലീസ് ചെയ്യുന്ന സേവനം ഒന്ന് ഓർക്കണം എന്ന് പോലീസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പോലീസുകാർ അവരുടെ കുടുംബാംഗങ്ങൾ മറന്നിട്ട് ഈവൻ അവരുടെ ബന്ധുക്കൾ ദേശവിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടും അവരുമായിട്ട് വന്നിട്ടും അവരോട് ഒത്തുചേരാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പോലീസുകാർക്കുള്ളത്. അത് ഞങ്ങൾക്ക് പരാതിയില്ല. നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ കേരള പോലീസ് എപ്പോഴും സന്നദ്ധരാണ്. ഇപ്പോൾ പോലീസ് നാട്ടുകാരുടെ സ്വത്തിനും രക്ഷയ്ക്ക് പോലീസ് എപ്പോഴും 24 മണിക്കൂർ തയ്യാറാണ്. അതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഞങ്ങൾ ഓണം ആഘോഷിച്ചില്ലെങ്കിൽ നാട്ടുകാർ സമാധാനമായിട്ട് ഓണം ആഘോഷിച്ചാൽ തന്നെ ഞങ്ങൾക്കത് വളരെ സന്തോഷം. സോ കേരളയിലെ എല്ലാ പോലീസ് ഓഫീസിനെ പോലെ തന്നെ സാർ ഇപ്പോൾ ഒരു സുപ്പീരിയർ ഓഫീസർ ആയതുകൊണ്ട് തന്നെ സാറിൻ്റെ സൈഡിൽ നിന്ന് കേരളത്തിലുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സ് ആയാലും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി സാറിൻ്റെ സൈഡിൽ നിന്നൊരു മെസ്സേജ്, അതായത് ഈ ലൈഫിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സർവീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു മെസ്സേജായിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ഞങ്ങൾ സഹപ്രവർത്തകർക്കുള്ള മെസ്സേജ് ഇതേ ഉള്ളൂ. നാട്ടുകാർ അറ്റ്ലീസ്റ്റ് ഈ സോണിൽ ഉള്ള എൻ്റെ കീഴിൽ വരുന്ന ജില്ലയിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ എല്ലാ പോലീസുകാർക്ക് ഇല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ പോലീസുകാർക്ക് ഞാൻ ഓണാശംസകൾ ആദ്യമായിട്ട് നേരുന്നു. കൂടാതെ നാട്ടുകാർ ഓണം ഒരു വളരെ പ്രശാന്തമായിട്ട് വളരെ സന്തോഷത്തോട് ആഘോഷിക്കാൻ നമ്മുടെ പരിപൂർണമായിട്ടുള്ള ഒരു ആത്മാർത്ഥത്തോടുള്ള ഒരു സേവനം കാഴ്ചവെക്കണം. കേരളത്തിലെ എല്ലാ പോലീസുകാർക്കും ഇത്രയും നല്ലൊരു മെസ്സേജ് തന്നെ, അതുപോലെ തന്നെ പ്രേക്ഷകർക്കൊക്കെ വേണ്ടി ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്ന ഈ എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിച്ച സാറിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ കൗമുദി TVയുടെ വകയും എല്ലാ പ്രേക്ഷകരുടെ വകയും സാറിനും ഒരു ഹാപ്പി ഓണം. കൗമുദി TV പ്രേക്ഷകർക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
കോഴിക്കോടുള്ള ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ കമ്മീഷണർ ഓഫ് പോലീസായ അബ്ദുൾ റസാഖ് സാറിൻ്റെ അടുത്താണ്. പോലീസുകാരുടെ ഓണത്തെപ്പറ്റിയും സാറിൻ്റെ ഓണത്തെപ്പറ്റിയും ചോദിച്ചറിയാം. വെൽക്കം സാർ. സാർ എങ്ങനെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണോ ഫാമിലി ആയിട്ട്, അതോ ഫ്രണ്ട്സിൻ്റെയും കൊളീഗ്സിൻ്റെയും ഒക്കെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? ഓണം സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പോലീസിൽ കയറിയത് മുതൽ ഓണം സെലിബ്രേഷൻ ഒന്നും നടക്കുന്നില്ല. കാരണം മറ്റ് ദിവസങ്ങളിലേക്കാളും ജോലി കൂടുതൽ ഉണ്ടാകുന്ന ദിവസമാണ് ഓണം. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 19 വർഷമായി ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല. കാരണം അന്നത്തെ ദിവസം, ഓണത്തിൻ്റെ ദിവസം ഡ്യൂട്ടി കൂടുതലാണ്, പണി കൂടുതലാണ്, ജോലി കൂടുതലാണ്. കാരണം അന്നത്തെ ദിവസം സാധാരണ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാരൻ ഓണ ദിവസം ചിലപ്പം 12 മണിക്കൂറോ അല്ലെങ്കിൽ 18 മണിക്കൂർ ഡ്യൂട്ടി എടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്തായി ഓണത്തിനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സാറിന് ഇത്രയും കാലം ഓണം പണ്ടൊക്കെ ഓണം ആഘോഷിച്ചിരുന്നിട്ട് ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിന്, അല്ലെങ്കിൽ വേറെ ഫെസ്റ്റിവൽസ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തതിൽ എങ്ങനെയാണ്? വിഷമമുണ്ടോ? അതും ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സന്തോഷമാണോ? എങ്ങനെയാണ്? അത് എല്ലാ ജോലിക്കും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പോലീസിലായതുകൊണ്ട് ഇപ്പോൾ പോലീസ്, അതേപോലെ KSRTCക്കാർ, റെയിൽവേ, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഓണ ദിവസം ജോലി കൂടുതലായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളൊരു ആരെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളതിനെ പറ്റി ദുഃഖിച്ചിട്ടോ സഹതപിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഓണം അല്ലാത്ത ദിവസം നമ്മൾ ഇപ്പം പോലീസിൽ തന്നെ ഓണത്തിനുള്ള അവധി ഓണം കഴിഞ്ഞിട്ട് എടുക്കാം, കോമ്പൻസേറ്ററി ഓഫ് എടുക്കാം. അപ്പം ഓരോ ജോലിക്കും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിനെ എടുക്കാൻ പറ്റൂ. അല്ലാതെ പൊതുവെയുള്ള ഞാൻ പറഞ്ഞല്ലോ, ഒരു സിവിലിയൻ ലൈഫും ഒരു യൂണിഫോംഡ് ലൈഫും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സിവിലിയൻ ലൈഫിൻ്റെ സുഖം യൂണിഫോം ലൈഫിന് കിട്ടില്ല. പക്ഷേ യൂണിഫോം ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകുമ്പോൾ അതിനായിട്ടുള്ള ഗുണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജോലിയുടെയും ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമാണ്. അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ സഹതപിച്ചിട്ടോ ദുഃഖിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മളോട് ഇത്ര നേരം ഓണവിശേഷങ്ങളും ഓണത്തിനെ പറ്റിയുള്ള ഓർമ്മകളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച സാറിന് ഒരുപാട് നന്ദി. കൗമുദി TVയുടെ വകയും ഞങ്ങളുടെ എല്ലാവരുടെയും വകയും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓണാശംസകൾ. താങ്ക് യു സർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എനിക്കുമുണ്ട് ഓണത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളോട് ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായി കോഴിക്കോടുള്ള ലോ ഫ്ലോർ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറുമായ ബിനീഷ് ചേട്ടനും സുഭാഷ് ചേട്ടനും ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓണവിശേഷങ്ങളും അവരുടെ വീട്ടിലെ ഓണാഘോഷത്തിനുള്ള പ്രിപ്പറേഷനൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് ചേട്ടൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഓണത്തിൻ്റെ സമയമൊക്കെയാണ്, എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? ഓണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ നന്നായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും, അതായത് അച്ഛനും അമ്മ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് തറവാട് മൊത്തം ഒരു വീട്ടിലായിരിക്കും, നല്ലൊരു സന്തോഷമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ജോലിക്ക് കയറിയ ശേഷം ചേട്ടൻ്റെ വീട്ടിലെല്ലാവരും കൂടെ പഴയ പോലെ തന്നെ ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റാറ്? അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കോർപ്പറേഷൻ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ ജോലി പിന്നെ ചില സമയത്ത് വരേണ്ടി വരാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ജോലിയാണല്ലോ, അതിനെക്കൂടെ അത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. എങ്ങനെയാ ചേട്ടന് പെട്ടെന്ന് ലീവ് എടുക്കാൻ പറ്റാണ്ട്, അതായത് ഓണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ലീവ് എടുക്കാൻ പറ്റാണ്ട് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ അപ്പോഴുള്ള മാനസികാവസ്ഥ എങ്ങനെയാണ്? സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുക, അതൊക്കെ അറിയാം. എന്നാലും എങ്ങനെയായിരിക്കും? ഇത്തിരി വിഷമം ഉണ്ടാവുമോ? കുറഞ്ഞ വിഷമമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും നമ്മുടെ ജോലി ഭാഗമായതുകൊണ്ട് എന്നാലും നമ്മുടെ സാറുമാരെ നമുക്ക് ലീവൊക്കെ അഡ്ജസ്റ്റ് തരാറുണ്ട്. ഓണം വിഷു അങ്ങനെ ആഘോഷമൊക്കെ. ഇനി പെരുന്നാളൊക്കെ ആണെങ്കിൽ നോമ്പ് സമയത്തൊക്കെ മുസ്ലിംസ് സ്റ്റാഫുകൾക്ക് ഡ്യൂട്ടി ലീവ് കൊടുക്കും, ഓണാകുമ്പോൾ നമുക്ക് ലീവ് കിട്ടും. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിലെ ഓണം മിസ് ചെയ്യാറുണ്ടോ ഈ വർക്കിൻ്റെ ഒക്കെ? ഇല്ല, മിസ് ചെയ്യാറൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ ഉച്ചവരൊക്കെ നമുക്ക് നിൽക്കും, ഉച്ച ശേഷം ഡ്യൂട്ടി കയറേണ്ടി വരും, അല്ലെങ്കിൽ ഉച്ച ശേഷം ഓണാഘോഷിക്കാൻ പോവാം, ഉച്ചവരെ ഡ്യൂട്ടി എടുക്കേണ്ടി വരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജോലിയുടെ ഭാഗമല്ല, കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്നൊക്കെ വരേണ്ടി വരുമ്പോൾ വീട്ടിൽ നല്ല സപ്പോർട്ടാണോ, അതോ വീട്ടുകാർക്ക് വിഷമാവാറുണ്ടോ? വിഷമാവാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സാറുമാരോടുള്ള സ്നേഹം, കോർപ്പറേഷനോട് നമ്മളുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് ഞങ്ങൾക്ക് ജോലിയോട് അത്ര താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ഓണ സമയത്ത്, സീസൺ ആയിട്ട്? നല്ല തിരക്കായിരിക്കും. കാരണം അത് നമുക്കും കൂടി സന്തോഷമുള്ള, കോർപ്പറേഷന് കുറച്ച് വരുമാനം കിട്ടുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾ ഈ വരുമാനത്തിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങളുടെ കുടുംബവും എല്ലാം തന്നെ. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഈ അവസരങ്ങളിലൊക്കെ കോഴിക്കോട് വിട്ട് ദൂരേക്ക് ട്രിപ്പൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്? ദൂരേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. മൈസൂർ, ബാംഗ്ലൂർ അങ്ങനെ നല്ല സ്ഥലത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. നമ്മളോട് ഇത്ര നേരം എനിക്കുമുണ്ട് ഓണത്തിലൂടെ വിശേഷങ്ങൾ പങ്കുവെച്ചത് ബിനീഷ് ചേട്ടനും സുഭാഷ് ചേട്ടനുമാണ്. ഈ കോഴിക്കോടുള്ള ഈ ബസ് ടെർമിനലിലെ
ഡ്രൈവർമാരും സ്റ്റേഷൻ മാസ്റ്ററായാലും അതുപോലെ എല്ലാ ഉദ്യോഗസ്ഥരായാലും ഇവരൊക്കെ നമ്മുടെ കേരളത്തിലെമ്പാടുമുള്ള ഡ്രൈവേഴ്സിൻ്റെയും എല്ലാവരുടെയും പ്രതിനിധീകരിച്ചാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. ഇതൊക്കെയാണ് ഇവരുടെ ഓണവിശേഷങ്ങളും, അതായത് ഓണത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും നമ്മുടെ കൗമുദി ടിവിയുടെ വകയും എല്ലാ പ്രേക്ഷകരുടെ വകയും ഓണാശംസകൾ. അതുപോലെ തന്നെ നമ്മളോട് ഇത്രയും വിശേഷം പങ്കുവച്ചതിന് നന്ദി.